ബിഗ് ബോസ് സീസണൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ എത്തി സുഖമായി പോകുന്നു എന്ന് വിശ്വസിക്കും. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം, അഖിൽ മാരാർ ഈ പ്രാവശ്യം തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അനീഷിനെയായിരുന്നു. നിങ്ങൾക്ക് അയാളുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഏകദേശം ഒരു 2-3 മുന്നേ വരെ പെട്ടെന്ന് തന്നെ അയാൾ കളം മാറ്റി ചവിട്ടി. അനീഷിനെ ഡീഗ്രേഡൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ തരം താഴ്ത്തിയ രീതിയിൽ സംസാരിക്കുകയും അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളത് അത് മാരാരുടെ ഇഷ്ടം. പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ എന്തിനാണ് അയാൾ വാക്കുകളോടെ അധിക്ഷേപിക്കുന്നത്? തൊപ്പി PR കൊടുത്തു എന്നാണ് പറയുന്നത്. തൊപ്പിക്ക് PR കൊടുത്തു എന്നാണ് പറയുന്നത്. തൊപ്പിക്ക് PR കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നേ കൊടുത്തുകൂടായിരുന്നു. ഒരു 2 ദിവസം, ഫിനാലേക്ക് 2 ദിവസം മുന്നേ PR കൊടുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. തൊപ്പി അയാളുടെ രീതിയിൽ അയാൾ സപ്പോർട്ട് ചെയ്തു, അത്രമാത്രം. അപ്പം ആരാറും അനുമോളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഫിനാലെ കഴിഞ്ഞ് ട്രോഫി എടുത്ത് വന്ന അനുമോളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അഖിൽ മാരാർ വീഡിയോ കോളിൽ വിളിക്കുന്നത്. അതിൽ അയാളുടെ കപ്പ് കാണിക്കുന്നു, അനുമോളുടെ കപ്പും കാണിക്കുന്നു. ഇതൊക്കെ കൂട്ടി കലർത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം, അഖിൽ മാരാർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ തട്ട് താണുകൊണ്ടിരിക്കുന്നു, അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ ബിഗ് ബോസ് കിട്ടിയതിന് ശേഷം കുറച്ചു കാലം നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനും അയാളുടെ സംസാര രീതികളും എല്ലാം കുറച്ച് നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇത്രയും അഹങ്കാരിയായ ഒരു മനുഷ്യനില്ല. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരുതരം ഈഗോ ആണ്. അനീഷ് എന്ന കോമണൻ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഗ്രാഫിന് ചിലപ്പോൾ ഇളക്കം തട്ടാം. ഇയാൾ, രജിത് കുമാർ, ഇവരൊക്കെ ഒരേ രീതിയിലുള്ള കാറ്റഗറിയിലുള്ള സംസാരമാണ്. അതായത് കോമണറെ അധിക്ഷേപിക്കുക. എന്നിരുന്നാലും മാരാറെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നിങ്ങൾ സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ഈ മീഡിയ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായിപ്പോകും. എഴുതി വെച്ച എൻ്റെ വാക്കുകൾ. ഇനി അനീഷ് അയാളുടെ യുഗമാണ്, അതിലൊരു സംശയമില്ല. നിങ്ങൾ നല്ല രീതിയിൽ PR അനുമോളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കില്ല. പനിയായിട്ട് കൂടി ഇരുന്നിട്ട് PR ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ, നിങ്ങൾ ഇനി ഈ ഫീൽഡിൽ അധികകാലം നിങ്ങൾക്ക് പഴയ രീതിയിലുള്ള തിളക്കം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് നിങ്ങളാണെന്ന് കേട്ടു തൊപ്പിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ. വളരെ മോശം അഖിൽ, വളരെ മോശം.